ഈശ്വരശക്തി വ്യഷ്ടിശരീരത്തിൽ കുണ്ഡലിനി രൂപത്തിലും അതിൽ നിന്നുണ്ടാകുന്ന പര, പശ്യന്തി, മധ്യമ, വൈഖരി ഇങ്ങനെയുള്ള വാക് രൂപത്തിലും പ്രകടമാകുന്നു എന്ന് സിദ്ധിക്കുന്നുണ്ടല്ലോ. പരബ്രഹ്മത്തെയും പശ്യന്തി ഈശ്വരനെയും മധ്യമ ഹിരണ്യഗർഭനെയും വൈഖരി വിരാട്ടിനെയും വ്യഞ്ജിപ്പിക്കുന്നുണ്ടെന്നുകൂടി ശാസ്ത്രങ്ങളിൽ വിസ്തരിച്ച് കാണുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. വേദാന്തശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള നിർഗുണവും നിഷ്കളവും സത്താസാമാന്യമാത്രവുമായ ബ്രഹ്മമല്ല ഈ ശൈവയോഗശാസ്ത്രത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ബ്രഹ്മം. അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭവം, അനുഗ്രഹം ഈ 5 കൃത്യങ്ങളോടും ഇച്ഛ, ക്രിയ, ജ്ഞാനം ഈ 3 ശക്തികളോടും കൂടിയാണ് എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശക്തികളുടെ സാമ്യാവസ്ഥയിൽ നിർഗുണ ബ്രഹ്മമെന്നുകൂടി വ്യവഹരിക്കാറുണ്ടെങ്കിലും ആ അവസ്ഥയിലും പ്രസ്തുത ശക്തികൾ 3 ബ്രഹ്മത്തിൽ അന്തർലീനമായിരിപ്പുണ്ട്. പ്രാണികളുടെ കർമ്മം പരിപക്വമാകുമ്പോൾ ബ്രഹ്മത്തിൻ്റെ ഇച്ഛാശക്തി സൃഷ്ട്യുന്മുഖമായി വിജൃംഭിക്കും. ആ വിജൃംഭണത്തിൻ്റെ ആരംഭത്തെയാണ് ശാസ്ത്രങ്ങൾ ബിന്ദു എന്ന് പറയുന്നത്. ആ ബിന്ദു ശക്തിയുക്തമായ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല, ബ്രഹ്മം തന്നെയാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ബിന്ദുവിൻ്റെ 3 അംശങ്ങളാണല്ലോ അചിത്തായ ബ്രഹ്മത്തിൻ്റെ പ്രപഞ്ചബീജശക്തിയും ചിത്തും അചിത്തും ചേർന്ന ശബ്ദബ്രഹ്മവും ചിന്മാത്രമായ ഈശ്വരനും. അതുകൊണ്ട് ശബ്ദബ്രഹ്മം ശക്തിയും ബിന്ദുവും ചേർന്ന പരബ്രഹ്മം തന്നെയാണെന്ന് ഗ്രഹിക്കാം. അത് അതിസൂക്ഷ്മവും അഖണ്ഡവുമാണെന്ന് ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രാണികളുടെയെല്ലാം മൂലാധാരത്തിൽ അത് വറുത്ത സ്വർണമെന്ന പോലെ പിണ്ഡീഭൂതമായി പ്രകാശിക്കുന്നുവെന്നും ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. നിസ്പന്ദമായ ആ ശബ്ദബ്രഹ്മം മൂലാധാരത്തിൽ സ്വപ്രകാശമാവുകയും നിസ്പന്ദമായും പിണ്ഡീഭാവം കൈക്കൊണ്ട് പരയെന്ന വ്യവഹാരത്തിന് വിഷയമായിത്തീരുന്നു. വാക്കിനും മനസ്സിനും ആ പരാനാദം വിഷയമല്ല. സുഷുമ്നാനാഡി വഴി നാഭിയിലെത്തുമ്പോഴേ അത് മനസ്സിന് വിഷയമാവുകയുള്ളൂ. മനസ്സുകൊണ്ടും സങ്കല്പിക്കപ്പെടുന്ന പരാനാദത്തിന് പശ്യന്തി എന്ന് പറയുന്നു. പരസ്പന്ദനമില്ലാത്തതും പശ്യന്തി സാമാന്യ സ്പന്ദനമുള്ളതുമാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.